നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, Thrissur, near bus stand, Tripprayar. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്തിയേക്കുമെന്ന് സൂചന. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സുധാകരനുമായി നാളെ ഹൈക്കമാൻഡ് ചർച്ച നടത്തുമെന്നും രമേശ് ചെന്നിത്തല. ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാമതും ചുമതലയേൽക്കേണ്ടി വന്നത് നിയമന ഉത്തരവിലെ പിഴവ് മൂലം. ദേവീ സ്തുതികളാൽ മുഖരിതമായി കൊടുങ്ങല്ലൂർ. മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടി. വാർത്തകളിലേക്ക് വിശദമായി. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. കേരളത്തിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ്. വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള അർദ്ധസൈനിക വിന്യാസം അടക്കമുള്ള വിഷയങ്ങളിൽ കമ്മീഷൻ കേന്ദ്രവുമായി ചർച്ച നടത്തി. മെയ് 5 മുൻപ് വോട്ടെണ്ണൽ പൂർത്തിയാക്കുന്ന തരത്തിലാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിൽ വിഷു അടക്കം ഉത്സവങ്ങൾ കൂടി കണക്കിലെടുത്താകും തീരുമാനമെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. തീയതി പ്രഖ്യാപിച്ചാൽ ഇന്നു മുതൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. ഒറ്റഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പെന്നാണ് വിവരം. LDF സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. കോൺഗ്രസിന്റെ ആദ്യ പട്ടിക നാളെയും BJP സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക മറ്റന്നാളും പ്രഖ്യാപിക്കും. UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സെറ്റായി കഴിഞ്ഞു. CPM നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കെ സുധാകരന്റെ സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് ചെന്നിത്തല വ്യക്തമാക്കി. MP മാർ മത്സരിക്കണോ എന്ന കാര്യത്തിൽ ഡൽഹിയിലാകും അന്തിമ തീരുമാനമുണ്ടാകുക. തിങ്കളാഴ്ച സുധാകരനുമായി ഡൽഹിയിൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തുമില്ല. ഇന്ന് കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാണ്. ഇപ്പൊ അവസാനത്തെ ക്യാബിനറ്റിൽ വെറുതെ തീരുമാനങ്ങൾ എടുത്തു. ഇതൊന്നും നടപ്പാക്കാനല്ല, ആളുകളെ കളിപ്പിക്കാനാണ്. ഈ കഴിഞ്ഞ 2-3 ക്യാബിനറ്റ് എടുത്ത് നോക്കിയാൽ എല്ലാ തീരുമാനങ്ങളും എടുത്തു. കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത എല്ലാ തീരുമാനങ്ങളും 2 ക്യാബിനറ്റിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീരുമാനമെടുക്കുകയാണ്. ഇതൊന്നും നടപ്പാക്കാനല്ല, തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആളുകൾക്ക് മുഴുവൻ ഭൂമി വധിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എന്റെ എല്ലാ വിശദാംശങ്ങളിലും വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാലത്തും കഴിഞ്ഞ 10 വർഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി AV ഗോപിനാഥ് രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഭരണസമിതി യോഗം ചേർന്ന് AV ഗോപിനാഥിനെ വീണ്ടും ചെയർമാനായി തെരഞ്ഞെടുത്തു. നിയമന ഉത്തരവിലെ പിഴവ് മൂലമാണ് രണ്ടാമതും ചുമതലയേൽക്കേണ്ടി വന്നത്. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, MU ഷിനിജ എന്നിവർ പങ്കെടുത്തു. ഈ മാസം 8-ന് AV ഗോപിനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നുവെങ്കിലും സാങ്കേതികമായ പിഴവുകൾ നിയമക്കുരുക്കിന് വഴിവെക്കുകയായിരുന്നു. മുൻ ചെയർമാൻ ഡോക്ടർ VK വിജയന്റെ കാലാവധി തീരുന്നതിന് മുൻപേ അദ്ദേഹത്തെ രാജിവെപ്പിച്ചായിരുന്നു ഗോപിനാഥിനെ നിയമിച്ചത്. എന്നാൽ വിജയന് പകരക്കാരനായി നിയമിക്കുന്നു എന്ന ഉത്തരവ് വന്നതോടെ വിജയന്റെ കാലാവധി അവസാനിക്കുന്ന മാർച്ച് 13 വരെ മാത്രമേ ഗോപിനാഥിന് തുടരാനാകൂ എന്ന വാദമുയർന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവും മുൻ ഭരണസമിതി അംഗവുമായ K കുഞ്ഞുണ്ണി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സർക്കാർ പുതിയ ഉത്തരവിറക്കിയത്. കോടതി ഇടപെടൽ ഭയന്നും പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നത് കണക്കിലെടുത്തുമാണ് ഞായറാഴ്ച തന്നെ വീണ്ടും സത്യപ്രതിജ്ഞ നടത്തിയത്. റവന്യൂ, ദേവസ്വം, നിയമവകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവാണ് സത്യപ്രതിജ്ഞയും തെരഞ്ഞെടുപ്പും ആവർത്തിക്കാൻ കാരണമായത്. ദേവസ്വം സെക്രട്ടറി അടക്കമുള്ളവർ ഇത് ശ്രദ്ധിച്ചില്ല എന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അതേസമയം ഗോപിനാഥിനൊപ്പം ഭരണസമിതി അംഗമായി ചുമതലയേറ്റ MU ഷിനിജയ്ക്ക് ഇത് ബാധകമാവില്ല. ഭരണസമിതി അംഗമായിരുന്ന VG രവീന്ദ്രന്റെ കാലാവധി പൂർത്തിയായ ഒഴിവിലേക്കാണ് ഷിനിജയെ സർക്കാർ നിയമിച്ചത്. TCV ന്യൂസ്, ഗുരുവായൂർ. മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച് കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടി. ഇനിയുള്ള നാളുകളിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തസഹസ്രങ്ങൾ ഒഴുകിയെത്തും. ഈ മാസം 22-നാണ് മീനഭരണി ആഘോഷം. മീനമാസച്ചൂടിൽ കോമരം തുള്ളുന്ന അരയാലിലുകളെ സാക്ഷിയാക്കിയാണ് കുരുമ്പക്കാവിനെ ചെമ്പട്ടൊടുപ്പിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നത്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാർ ദീപസ്തംഭത്തിന് കീഴിൽ വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ കുഴിയെടുത്തു മൂടി മൺതിട്ടയൊരുക്കി. അതിന്മേൽ ചെമ്പട്ട് വിരിച്ചു. തുടർന്ന് ഭഗവതി വീട്ടിലെ കാരണവർ തച്ചോളിത്തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 പ്രാവശ്യം വിളിച്ചു ചോദിച്ചു.
മറുപടിയായി വടക്കേ മലബാറിൽ നിന്നെത്തിയ തച്ചോളി തറവാട്ടുകാർ കോഴിക്കല്ലിൽ ആദ്യ കോഴിയെ സമർപ്പിച്ചു. ശേഷം വിവിധ ദിക്കുകളിൽ നിന്നെത്തിയ ഭക്തർ ഭഗവതിക്കായി പട്ടും കോഴിയും സമർപ്പിച്ച് ഭക്തി നിർഭരമായ അർപ്പണത്തിൽ പങ്കുചേർന്നു. കോഴിക്കല്ല് മൂടൽ ചടങ്ങ് പൂർത്തിയായതോടെ ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്കേ കോണിൽ വേണാടൻ കൊടികൾ ഉയർന്നു. അതോടെ മീനഭരണിയുടെ ഉത്സവ ദിനങ്ങൾക്കുള്ള ഔപചാരിക തുടക്കമായി. ഇനി മുളന്തണ്ടിൽ താളമിടുന്ന ഭരണിപ്പാട്ടുകളുടെ നാദവും അരമണിക്കിലുക്കവുമായി ഉറഞ്ഞുതുള്ളുന്ന കോമരക്കൂട്ടങ്ങളുടെ ആവേശവും നിറയും ദിവസങ്ങളാണ്. അശ്വതി നാളിൽ നടക്കുന്ന തൃച്ചന്ദനച്ചാർത്ത് പൂജയും ആയിരങ്ങൾ സാക്ഷിയാകുന്ന കാവുതീണ്ടലുമാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. ഭരണിനാളിൽ വെന്നിക്കുടി നാട്ടി കൂശ്മാണ്ഡ ബലിയർപ്പിക്കുന്നതോടെ മീനഭരണി ആഘോഷത്തിന് സമാപനം കുറിക്കും. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പറവൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് യാത്ര തിരിച്ച ET ടൈസൺ MLAക്ക് കയ്പമംഗലത്ത് യാത്രയയപ്പ് നൽകി. ശ്രീനാരായണപുരം പള്ളിനടയിലെ MLA ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച യാത്രയിൽ വാദ്യമേളങ്ങളും ഇരുചക്ര വാഹനങ്ങളും അകമ്പടിയായി. ജില്ലാ അതിർത്തിയായ മൂത്തകുന്നത്ത് പറവൂർ മണ്ഡലത്തിലെ LDF പ്രവർത്തകർ യാത്രയെ സ്വീകരിച്ചു. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് ET ടൈസൺ നേരിടുന്നത്. തീർപ്പ് കൽപ്പിക്കാനുള്ള ട്രാഫിക് നിയമലംഘനങ്ങളുടെ പിഴ 50% ഇളവ് ചെയ്യാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. 2024 ഡിസംബർ 31 വരെ സംഭവിച്ച എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും ചുമത്തിയിട്ടുള്ള പിഴയിൽ 50% ഇളവ് അനുവദിക്കാനാണ് തീരുമാനം. ഈ ചലാൻ കേസുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ഈ ചലാനുകൾക്ക് പിഴത്തുകയുടെ 50% ഇളവ് പ്രഖ്യാപിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. നിയമലംഘനങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള പിഴ ഏപ്രിൽ 30 മുൻപ് അടച്ചു തീർക്കുമെന്ന വ്യവസ്ഥയിലാണ് 50% ഇളവ് അനുവദിക്കുക. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ UNAയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന പണിമുടക്ക് താൽക്കാലികമായി പിൻവലിച്ചു. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് സമരം നിർത്തിയത്. ചർച്ചയ്ക്കായി ചൊവ്വാഴ്ച ഹൈക്കോടതിയിലെ മീഡിയേഷൻ സെന്ററിൽ ഹാജരാകാൻ മാനേജ്മെന്റുകളോടും UNA ഭാരവാഹികളോടും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശമ്പള വർധനവിന്റെ കാര്യത്തിൽ ഇനി 21 മാനേജ്മെന്റുകളുമായാണ് ധാരണയിലെത്താനുള്ളതെന്ന് UNA അറിയിച്ചു. ഇതിനകം 469 ആശുപത്രികളുമായി ധാരണയിലായെന്നും UNA വ്യക്തമാക്കി. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഹൌസിന്റെ ഭിത്തി ക്യാൻവാസാക്കി മനോഹരമായ പെയിന്റിംഗ് ഒരുക്കിയിരിക്കുകയാണ് ഒരു കലാകാരൻ. ചെറുകിട ജലസേചന വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന വാസുപുരം സ്വദേശി രാജേഷ് മുദ്രയാണ് തൊഴിലിടം വർണ്ണാഭമാക്കിയത്. ജോലിക്കിടയിലെ വിരസത അകറ്റാനും തൊഴിലിടം ആകർഷകമാക്കാനും ലക്ഷ്യമിട്ടാണ് കുറുമാലിപ്പുഴയോരത്തുള്ള ആറ്റപ്പിള്ളി പമ്പ് ഹൌസിന്റെ ഭിത്തിയിൽ രാജേഷ് ജീവസുറ്റ കടുവയുടെ ചിത്രം വരച്ചിരിക്കുന്നത്. 15 അടി ഉയരത്തിലും 12 അടി വീതിയിലുമാണ് ഈ ആക്രിലിക് പെയിന്റിംഗ് ഒരുക്കിയിരിക്കുന്നത്. ആറ്റപ്പള്ളി ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററാണ് 49-കാരനായ രാജേഷ്. നമ്മുടെ ഒരു സ്ഥാപനം ഒരു ഇതായിട്ട് കിടക്കുമ്പോ നമുക്ക് അവിടെ ഒരു പടക്കം വെച്ചൊരു വൃത്തിയായി കിടക്കുമല്ലോ, ആ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തത്. അപ്പൊ ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ കാണുമ്പോ ഒരു സന്തോഷം, ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു സംതൃപ്തി, അങ്ങനെ വരച്ചാണ്. എല്ലാവരും നന്നായിന്ന് പറഞ്ഞു, ഒരു സന്തോഷം. ചെറുപ്പം മുതലേ ചിത്രം വരയിൽ അഭിരുചിയുള്ള രാജേഷ് 10 വർഷത്തോളം കോടാലിയിലെ മുദ്ര ആർട്സ് എന്ന സ്ഥാപനത്തിന് കീഴിൽ ആർട്ട് വർക്കുകൾ ചെയ്തിരുന്നു. അക്കാദമിക തലത്തിൽ ചിത്രരചനയിൽ പരിശീലനം നേടിയിട്ടില്ലെങ്കിലും പെയിന്റിംഗിൽ അസാധാരണ വൈഭവമാണ് ഈ യുവാവിനുള്ളത്. 13 വർഷം മുൻപ് ചെറുകിട ഇറിഗേഷൻ വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ താഴെ വെച്ച ബ്രഷും ചായക്കൂട്ടും 2 വർഷം മുൻപാണ് വീണ്ടും കയ്യിലെടുത്തത്. പമ്പ് ഹൌസിലെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആക്രിലിക് മാധ്യമത്തിൽ മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്ന രാജേഷ് സുഹൃത്തുക്കളായ ഏതാനും കലാകാരന്മാരോടൊപ്പം ചേർന്ന് കഴിഞ്ഞ വർഷം തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. രാജേഷ് വരച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഛായാചിത്രം ഏതാനും മാസം മുൻപ് വനന്തരപ്പിള്ളിയിൽ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ കൈമാറിയിരുന്നു. അടുത്ത ആഗസ്റ്റിൽ തൃശൂരിൽ നടത്താനിരിക്കുന്ന പ്രദർശനത്തിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജേഷ് ഇപ്പോൾ. TCV ന്യൂസ്, കൊടകര. കേന്ദ്ര സർക്കാരിന്റെ യുവജന ദ്രോഹ നടപടികൾക്കെതിരെ DYFI സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി തിരുവല്ലോമലയിൽ യൂത്ത് മാർച്ച് സംഘടിപ്പിച്ചു. പഴമ്പാലക്കോട് കൂട്ടുപാത പരിസരത്ത് നിന്നും ആരംഭിച്ച യൂത്ത് മാർച്ച് CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. സമാപന യോഗത്തിന്റെ ഉദ്ഘാടനം DYFI ജില്ലാ കമ്മിറ്റി അംഗം N അമൽരാജ് നിർവഹിച്ചു. ജാഥ ക്യാപ്റ്റൻ PV വിവേക്, വൈസ് ക്യാപ്റ്റൻ വീണ, മാനേജർ ഗിരീഷ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ ചെയ്തികളെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ടായിരിക്കേണ്ടതാണ്.
പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഒഴിഞ്ഞ ഗ്യാസ് സിലിണ്ടറിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം പത്മിനി സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അണിമ രാജേഷ് അധ്യക്ഷത വഹിച്ചു. NCPS ജില്ലാ പ്രസിഡന്റ് CL ജോയ്, വൈസ് പ്രസിഡന്റ് UK ഗോപാലൻ, ജനറൽ സെക്രട്ടറി TG സുന്ദർലാൽ, NYC സംസ്ഥാന സെക്രട്ടറി വിജിത വിനുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂരിൽ തോട്ടിൽ വീണ പശുവിനെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ചാലക്ക പാടത്തിന് സമീപമുള്ള തോട്ടിലാണ് കുന്നത്തുവീട്ടിൽ അജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പശു അബദ്ധത്തിൽ വീണത്. അരയ്ക്കൊപ്പം ചെളിയുള്ള തോട്ടിൽ കുടുങ്ങിയ പശുവിനെ പുറത്തെടുക്കാൻ ഉടമയും നാട്ടുകാരും ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ വിവരം അറിയിക്കുകയായിരുന്നു. സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ അജിത് കുമാർ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പശുവിനെ സുരക്ഷിതമായി കരയ്ക്ക് കയറ്റി. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസീൻ അധ്യക്ഷത വഹിച്ചു. ടൗൺ ജുമാ മസ്ജിദ് ഖത്തീബ് അലി ഷിഹാബുദ്ദീൻ സാദി റംസാൻ സന്ദേശം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, P ഗോപാലകൃഷ്ണൻ നായർ, മോഹനകൃഷ്ണൻ ഓട്ടത്ത്, VS സുനീവ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വാസുപുരം കുഞ്ഞക്കര റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസിഫ്, മുൻ വാർഡ് മെമ്പർ ദിവ്യ സുധീഷ് എന്നിവർ സംസാരിച്ചു. ഇനി റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി നോമ്പുകാലത്ത് ആരോഗ്യദായകമായ ഔഷധക്കഞ്ഞി വിതരണം ചെയ്ത് തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാഅത്ത് മസ്ജിദ്. നോമ്പിന്റെ വ്രതശുദ്ധിയിൽ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃക കൂടിയാണ് ഇവിടുത്തെ ഔഷധക്കഞ്ഞി വിതരണം. തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന് ദശാബ്ദങ്ങളുടെ പഴമയും സാഹോദര്യത്തിന്റെ പെരുമയുമുണ്ട്. ജാതി മതഭേദമന്യേ നിരവധി ആളുകളാണ് ഔഷധക്കൂട്ടുകളടങ്ങിയ മസാലക്കഞ്ഞി വിതരണത്തിൽ പങ്കുകൊള്ളാനെത്തുന്നത്. ഓട്ടോ ഡ്രൈവറായിരുന്ന മുടിക്കോട് സ്വദേശി യാറത്ത് വളപ്പിൽ റഫീഖാണ് കഴിഞ്ഞ 47 വർഷമായി നോമ്പുതുറയ്ക്ക് മസാലക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 47 വർഷത്തോളമായി. നമ്മുടെ ഇവിടെ ഒരു ഖത്തീബ് ഉസ്താദ് ഉണ്ടായിരുന്നു. ആള് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് ഇവിടെ വിതരണം പണി ആരംഭിച്ചു. പിന്നെ കമ്മിറ്റിക്കാർ നല്ല സപ്പോർട്ടോടുകൂടി എല്ലാ കാര്യങ്ങളും നല്ല നല്ല സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ട് ഇവിടെ കഞ്ഞി വെച്ച് വരുന്നു. നോമ്പുകാലത്തെ സാധാരണ ദിവസങ്ങളിൽ മസാലക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും തയ്യാറാക്കുന്ന വിശിഷ്ട സ്വാദുള്ള മട്ടൻ കറിക്കഞ്ഞി ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഈ കഞ്ഞി കുടിക്കാൻ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും നിരവധി ആളുകളെത്തും. നോമ്പിലെ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും 30 കിലോ മട്ടനും 100 കിലോ അരിയും ഉപയോഗിച്ചാണ് ഇറച്ചിക്കഞ്ഞി തയ്യാറാക്കുന്നത്. 2500ഓളം പേർക്കുള്ള കഞ്ഞിയാണ് ഇവിടെ ദിവസവും തയ്യാറാക്കുക. വിശ്വാസികൾ നൽകുന്ന തുക ഉപയോഗിച്ചാണ് കഞ്ഞി വിതരണം മുടങ്ങാതെ കൊണ്ടുപോകുന്നതെന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് A അബ്ദുൽ ബാസിദ് പറഞ്ഞു. 1000-1500 പേരോളം ഇവിടെ നോമ്പ് തുറക്കാൻ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ അതിന് അത്രയ്ക്കും തന്നെ നമ്മൾ പുറത്തേക്ക് കൊടുത്തേക്കും. ഇതിന്റെ എല്ലാ പൊതുജനങ്ങളുടെ സംഭാവന പ്രകാരമാണ് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു ജാതി മത വിദ്വേഷമില്ലാതെ ചോദിക്കുന്നവർക്ക് എല്ലാവരും നിർലോഭം നമ്മളിത് നൽകി പോരുന്നുണ്ട്. ഈ കഞ്ഞിയുടെ തമിഴ്നാട്ടിൽ നിന്നൊരു മുസ്ലിം തമിഴ് ഖത്തീബിന്റെ മെനു ആണ് ഇവിടെ നടത്തി പോരുന്നത്. സാധാരണ ദിവസങ്ങളിൽ 35,000 രൂപയും വിശേഷ ദിവസങ്ങളിൽ തയ്യാറാക്കുന്ന മട്ടൻ കഞ്ഞിക്ക് 55,000 രൂപയും ചെലവ് വരും. ഇത്തവണത്തെ നോമ്പുകാലത്ത് വിശേഷ ദിവസങ്ങളിൽ ജാർഖണ്ഡ് സ്വദേശി അൽത്താഫ് തയ്യാറാക്കി നൽകുന്ന കരിമ്പിൻ ജ്യൂസാണ് മറ്റൊരു പ്രത്യേകത. അവിടെ കരിമ്പ് ജ്യൂസാണ്. കരിമ്പ് ജ്യൂസ് ശുദ്ധമായി നമ്മുടെ കൊടുക്കുന്നത്. അവിടെ ഐസ് ഇല്ലാണ്ട് കൊടുക്കണം. ഐസ് പറയുമ്പോൾ നമ്മുടെ കൊടുക്കും. ഇത് ഈ പരിപാടി നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ഒരു 15-16 കൊല്ലം നമ്മുടെ ഇത് നടക്കുന്നത്. കരിമ്പ് ഒരു 1000 പരിപാടിയിൽ ഒരു 20 കെട്ട് കരിമ്പ് വേണ്ടിവരും. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധം സാംസ്കാരിക നഗരിയിലെ നന്മയുടെയും സാഹോദര്യത്തിന്റെയും ഇടം കൂടിയായി മാറുകയാണ്
ചെട്ടിയങ്ങാടി പള്ളിയും ഇവിടുത്തെ ഔഷധക്കഞ്ഞി വിതരണവും. DCB ന്യൂസ്, തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചിന്തറപ്പിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ വിജ്ഞാന സദസ്സും ഗ്രന്ഥശേഖരം ഏറ്റുവാങ്ങലും നടത്തി. ഡോക്ടർ NR ഗ്രാമപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം സിനി കിഷോർ അധ്യക്ഷത വഹിച്ചു. വായനശാലയിലേക്കുള്ള 250ഓളം പുസ്തകങ്ങൾ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് കൈമാറി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KA കൊച്ചുമൻ, എഴുത്തുകാരി MU ഗിരിജ, ലൈബ്രറി നേതൃസമിതി കൺവീനർ PA ഷമീർ, ശ്രീനാരായണ ഗുരു സ്മാരക സമാജം സെക്രട്ടറി KR ഷാജി, വായനശാല പ്രസിഡന്റ് TN അജയ്കുമാർ, സെക്രട്ടറി MM പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപൂർണ്ണ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണ്, ഏത് ദിവസമാണ്, ഇത്തരത്തിൽ ഒരു റെഫറൻസ് ബിന്ദു പോലെ ഉള്ളൊരു പുസ്തകമാണ് ഇപ്പോൾ ഗുരുവിജ്ഞാനീയം എന്ന് പറയുന്നത്. നമ്മൾക്ക് വായിക്കാതെ ഒരു സ്റ്റേജിൽ പോയിട്ട് ഒന്നും പറയാൻ കഴിയില്ല. മുസ്ലിം ലീഗ് ചാമക്കാല ശാഖാ കമ്മിറ്റിയുടെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെയും നേതൃത്വത്തിൽ റംസാൻ റിലീഫ് വിതരണവും അനുസ്മരണവും നടത്തി. KMCC, GCC കമ്മിറ്റികളുടെ സഹകരണത്തോടെ 1000ഓളം കുടുംബങ്ങൾക്ക് റിലീഫ് കിറ്റ് വിതരണവും ഖബർ വെട്ടുന്ന സഹോദരങ്ങൾക്ക് പെരുന്നാൾ പുതുവസ്ത്രവും മാസാന്ത്യ പെൻഷൻ വിതരണവുമാണ് നടത്തിയത്. ചാമക്കാല മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി CA അബ്ദുൽ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കരിയ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി MM മൻസൂർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് PA മൊയ്തു, മണ്ഡലം സെക്രട്ടറി സലീം പുറക്കുളം, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം സംഘടിപ്പിച്ചു. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. KA ദിവാകരൻ അധ്യക്ഷനായി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ്, VK സന്തോഷ് കുമാർ, EW വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. തിരുവല്ലോമല പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഭരണസമിതി പരാജയപ്പെട്ടുവെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മുൻകാലങ്ങളിൽ ഫെബ്രുവരിയിൽ തന്നെ കുടിവെള്ളക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളം എത്തിച്ചിരുന്നുവെന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ പറഞ്ഞു. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ഭാഗമായി ദേവീദേവന്മാരുടെ ആറാട്ട് നടക്കുന്ന പെരുവനം തൊടുകുളം വൃത്തിയാക്കി. ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. ഭക്തജനങ്ങളും നാട്ടുകാരും പങ്കാളികളായി. എഴുത്തുകാരുടെയും കഥാപാത്രങ്ങളുടെയും മനോഘടന വിശകലനം ചെയ്യുന്ന മനഃശാസ്ത്ര നിരൂപണ പദ്ധതി കൂടുതൽ ശക്തിപ്പെടണമെന്ന് എഴുത്തുകാരൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സംവാദ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ അനന്തൻ, ഡോക്ടർ രാജേശ്വരി കുഞ്ഞമ്മ, ഡോക്ടർ ഉഷ K വാര്യർ, ഡോക്ടർ ഷാജി ജെയിംസ്, അനു അനിത എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, എഴുത്തുകാരായ MD രത്നമ്മ, നഫീസത്ത് BV, അപർണ ബാലകൃഷ്ണൻ, P വിനോദ്, രാജലക്ഷ്മി മാനഴി തുടങ്ങിയവർ പങ്കെടുത്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള 173ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ ആൻ റോസ്, ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, MR റാംസൺ, KV രാമജയൻ, പ്രിൻസ് ജോൺ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ചകളിലാണ് സൗജന്യ ക്യാമ്പ് നടത്തിവരുന്നത്. കൊടകര പ്രസ് ക്ലബിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. ജുമാ മസ്ജിദ് ഇമാം അലി സക്കാഫി അൽ അഖ്മി ഉദ്ഘാടനം ചെയ്തു.
പ്രസ് ക്ലബ് പ്രസിഡന്റ് TG അജോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK നൌഷാദ്, ഖജാൻജി ഡിനോ കൈനാടത്ത്, ലോനപ്പൻ കടമ്പോട്, K പ്രസാദ്, കൊടകര ഉണ്ണി, IR രാജൻ, ഷോജൻ D വിധേയത്തിൽ എന്നിവർ സംസാരിച്ചു. അമ്പലപുരം ദേശവിദ്യാലയം UP സ്കൂളിൽ നിർമ്മിച്ച കിച്ചൺ അനക്സ് കം ഡൈനിംഗ് ഹാൾ കെട്ടിടം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ TN ലളിത, നഗരസഭാ കൌൺസിലർ വിബി പീതാംബരൻ, PTA പ്രസിഡന്റ് ഹൗലത്ത് ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. പണി പൂർത്തീകരിച്ചു. കൗൺസിലർ മധു അമ്പലപുരം അവിടെ എല്ലാം നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മധു ഇടപെട്ട് അത് മുറിച്ചിട്ടുണ്ട്. വഹിക്കാൻ തീരുമാനിച്ചത് കയ്യിലിടെ അല്ലെങ്കിൽ അവിടെ റാക്ക് പണിയെ പള്ളി അവർകൾ അതേപോലെ മറ്റ് അഭിമാനത്തോടെ ഞാനിപ്പോ ടീച്ചറുടെ കയ്യില് കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിൽ ഇളനീരാട്ട് വേല മഹോത്സവം ആഘോഷിച്ചു. നടതുറപ്പ് അഭിഷേകം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, തന്ത്രി പൂജ എന്നിവ നടന്നു. തുടർന്ന് ശരണമന്ത്രത്തോടെ ഇളനീർ അഭിഷേകം നടന്നു. തന്ത്രി താമറ്റൂർ മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി കൈതക്കോട്ട് മനയ്ക്കൽ നാരായണൻ ഭട്ടത്തിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികരായി. ചേറ്റുവ മഹല്ലിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഗൾഫ് പാർക്ക് ബാബുവിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് സലീം ഫൈസി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് ഉബൈദുള്ള അലി അധ്യക്ഷനായി. ES ഖാദർ, അഷ്റഫ് കൊട്ടിലിങ്ങൽ, RK മുസ്തഫ, PM അബ്ദുൽ ജലാൽ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C അബൂബക്കറിന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. ബ്ലാങ്ങാട് ജുമേറ പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സമിതി ചെയർമാൻ KD വീരമണി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, KPCC അംഗം PK അബൂബക്കർ ഹാജി, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ, CA ഗോപപ്രതാപൻ, TS അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലോമല കണിയാർക്കോട് കരിങ്കുറ്റി അയ്യപ്പക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം ഭക്തിസാന്ദ്രമായി. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തെക്കുമുറി ദേശത്തിനു വേണ്ടി കലാമണ്ഡലം ലാവണ്യ സുനിലിന്റെ നേതൃത്വത്തിൽ വിവിധ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചു. തൃപ്രയാർ ചെമ്മാപ്പള്ളി കടവിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. ചേർപ്പ് തിരുവുള്ളക്കാവ് സ്വദേശി പെരുവനത്ത് വീട്ടിൽ 74 വയസ്സുള്ള രാജനാണ് മരിച്ചത്. തൃപ്രയാർ രാമൻ മേനോൻ റോഡിൽ വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു ഇയാൾ. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു മുഴം മുന്നേ എറിഞ്ഞ് ഇടതുമുന്നണി. സ്ഥാനാർത്ഥി ചർച്ച തീരാതെ UDFും NDAയും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സീറ്റായ ചാലക്കുടിയിൽ മാത്രമാണ് തൃശൂർ ജില്ലയിൽ ഇടതിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബാക്കിയുള്ളത്. ഇതേസമയം UDFിലെ മുഴുവൻ സീറ്റുകളിലും ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല. അർഹമായ പരിഗണന വേണമെന്ന സഭയുടെ ആവശ്യത്തെ തുടർന്ന് തൃശൂരിൽ മുൻ മേയർ രാജൻ പല്ലനാണ് സാധ്യത. ഇതോടെ സജീവ പരിഗണനയിലായിരുന്ന TV ചന്ദ്രമോഹന്റെ സാധ്യത മങ്ങി. വടക്കാഞ്ചേരിയിൽ രാജേന്ദ്രൻ അരങ്ങത്തിന് പകരം ഒരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഡൽഹിയിൽ ഉന്നത സ്ഥാനത്തുള്ള മലയാളിയായ നേതാവിന്റെ ശ്രമം. ഇതോടെ ജില്ലയിൽ നായർ സമുദായ അംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന അസംതൃപ്തി ഈ വിഭാഗത്തിനുണ്ട്. ചേലക്കര മണ്ഡലം വെച്ചുമാറാമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തിന് ലീഗ് സമ്മതം അറിയിച്ചിരുന്നില്ല. മണ്ഡലത്തിൽ സജീവമായ KV ദാസിന് പകരം ശിവൻ വീട്ടിക്കുന്ന് എന്ന പ്രാദേശിക നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒരു വിഭാഗം ശ്രമം തുടരുകയാണ്. കുന്നംകുളം മണ്ഡലം ഘടകകക്ഷിയായ CMPക്ക് നൽകാനാണ് നീക്കം. ഇവിടെ വിജയകൃഷ്ണൻ എന്നയാൾ സ്ഥാനാർത്ഥിയായേക്കും. NDA ഇനിയും അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമെടുത്തിട്ടില്ല. പത്മജ വേണുഗോപാൽ തൃശൂർ, അഡ്വക്കേറ്റ് നിവേദിത ഗുരുവായൂർ, KK അനീഷ് കുമാർ ഒല്ലൂർ, A നാഗേഷ് പുതുക്കാട്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർ എന്നിങ്ങനെയാണ് നിലവിൽ ഉയരുന്ന പേരുകൾ. TCV തൃശൂർ. മറ്റത്തൂർ കൊരേച്ചാൽ വാർഡിലെ ഗ്രീൻ വാലി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, വാർഡംഗം അതുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്, വോട്ടെണ്ണൽ മെയ് 4-ന്. കെ സുധാകരന്റെ സ്ഥാനാർത്ഥി കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സുധാകരനുമായി നാളെ ഹൈക്കമാൻഡ് ചർച്ച നടത്തുമെന്നും ചെന്നിത്തല. ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാമതും ചുമതലയേൽക്കേണ്ടി വന്നത് നിയമന ഉത്തരവിലെ പിഴവ് മൂലം. ദേവീ സ്തുതികളാൽ മുഖരിതമായി കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പക്കാവ്. മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രത്തിൽ കോഴിക്കല്ല് മൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.